ഫോട്ടോ എടുക്കാൻ വേണ്ടി മൂന്നാം ലോക മഹായുദ്ധം തെന്നിമാറിപ്പോയ കഥയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. നിങ്ങളിപ്പോ കാണുന്ന കൂട്ടത്തിലുള്ള 2 സ്ത്രീജനങ്ങൾ, ഞാനും എന്റെ മൂത്ത മോളും പെട്ടെന്ന് തന്നെ റെഡിയായി 10 മിനിറ്റിനുള്ളിൽ കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് റെഡിയായി നിന്നു. പിന്നെയുള്ള 2 പുരുഷ ജനങ്ങൾ 2 മുണ്ടും പിടിച്ചൊരു 2.5 മണിക്കൂർ നടന്നു. കൂട്ടത്തിൽ മൂപ്പത്താത്ത കുഞ്ഞു പുരുഷൻ മുണ്ടാണെങ്കിൽ എടുത്തൊരു ഏറും കൊടുത്തു. അത്ര തൽപര കക്ഷിയല്ലെന്ന് ചുരുക്കം. കുഞ്ഞു പുരുഷനെ ഞാൻ അവസാനം അമ്മാമയ്ക്ക് അപ്പാപ്പനും വിട്ടുകൊടുത്തു. ചെറിയ സ്ത്രീയെ പൊക്കിക്കൊണ്ട് വന്ന് മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് ഞാനും റെഡിയായി നിന്നു. എല്ലാവരുടെയും ഓണം ക്ലോത്ത്സ് ദിശ ക്രിയേഷൻസ് എന്നാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നാട്ടിലാണുള്ളത്, പക്ഷെ അവർക്ക് ഇന്റർനാഷണൽ ഷിപ്പിംഗ് ഉണ്ട്. UAE-ലുള്ളവർ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഒരു 5 to 10 ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പൊ മൂന്നാം ലോക മഹായുദ്ധം നടന്നത് ഈ മുണ്ടിലാണ്. ഈ ആദ്യത്തെ പുരുഷന്റെ മുണ്ടുടുക്കലിലാണ് പ്രധാന പ്രശ്നം വന്നത്. ഇടത്തോട്ടെടുത്തു, വലത്തോട്ടെടുത്തു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ആ സിനിമയിലെ സീനാട്ടോ. ഈ മുണ്ടൊന്നും ശരിക്കും ഉടുക്കാൻ പറ്റില്ലല്ലോ കർത്താവേ. ആഴ്ചയിൽ ഒരിക്കൽ മുണ്ടെടുക്കണം എന്ന് മുഖ്യമന്ത്രി തീർത്തു പറഞ്ഞു. ബാറുള്ളോടത്തോളം കാലം ഒരു ഡബിൾ മുണ്ട് ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇട്ടാൻ പറ്റില്ല. എന്റെ ദൈവമേ. അങ്ങനെ ഒരു കണക്കിന് മുണ്ടൊക്കെ കൊടുത്ത് എല്ലാവരും റെഡിയായി വന്ന് നിന്നു. പക്ഷെ ആ ഇളയതാളെ കൊണ്ട് ഒരു രക്ഷയില്ലായിരുന്നു. മുഖം പെരുപ്പിച്ച് നിന്ന്